കണ്ണൂർ മാടായിപ്പാറയിൽ എക്കോ പാർക്കിനെതിരെ പ്രകൃതി സ്നേഹികളുടെ ജനകീയ പ്രക്ഷോഭം. അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന പാർക്ക് ജൈവ വൈവിധ്യത്തിനും പരിസ്ഥിതിക്കും നാശം വിതയ്ക്കുമെന്നാണ് സമരക്കാരുടെ ആരോപണം. സഹസ്രാബ്ദങ്ങളായി പ്രകൃതിയും മനുഷ്യനും കാത്തുവച്ച ജൈവ വൈവിധ്യ മേഖലയെ വിറ്റ് കാശാക്കാനുള്ള പഞ്ചായത്തിന്റെയും ഇക്കോ പാർക്കിന്റെയും ഒത്തുകളിയെ ജനങ്ങൾ തിരിച്ചറിയുക. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ ജൈവ വൈവിധ്യ കലവറയാണ് മാടായിപ്പാറ. ആ മാടായിപ്പാറയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഒരു കൂട്ടം പരിസ്ഥിതി പ്രവർത്തകർ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. മാടായിപ്പാറ എന്ന് പറയുന്നത് ദേവസ്വത്തിൻ്റെ ഭൂമിയാണ്. ഈ ദേവസ്വം ഭൂമിയിൽ അനധികൃതമായിട്ട് ഇവർ വർഷങ്ങൾക്ക് മുന്നേ ഒരു രേഖയുണ്ടാക്കി. ആ രേഖ ശരിക്കും പറഞ്ഞാൽ ഷാം ഡോക്യുമെൻ്റ് എന്നാണ് നിയമത്തിൽ പറയുക. കിടപ്പ് രേഖയാണത്. ആ കിടപ്പ് രേഖ വർഷങ്ങളോളം പുറത്തു വരാതെ ഒളിപ്പിച്ച് വെച്ചിട്ട് അതിനുശേഷം ഇവർ അനധികൃതമായി ഒരു സ്കൂൾ ബിൽഡിംഗ് ഉണ്ടാക്കുന്നു. ആ സ്കൂൾ ബിൽഡിംഗ് ഉണ്ടാക്കി അപ്പോൾ ദേവസ്വം ബോർഡുമായിട്ട് തർക്കമായി. ദേവസ്വം ബോർഡും ഈ പറയുന്ന അനധികൃത കയ്യേറ്റം നടത്തി കള്ളരേഖയുണ്ടാക്കിയ വ്യക്തിയും തമ്മിൽ ഇപ്പോൾ കേസ് നിലവിലുണ്ട്. അങ്ങനെ നിലവിലിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ സ്കൂളിനെ കൺവേർട്ട് ചെയ്തിട്ട് അതിനേക്കാൾ ലാഭകരമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഇക്കോ പാർക്ക് ആരംഭിക്കുന്നു. ഇത് 50 കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ ഏറ്റവും വലിയ കന്നുകാലി മേച്ചിൽ പ്രദേശമാണിത്. ഏകദേശം 1000-ഓളം കന്നുകാലികൾ ഇവിടെ മേഞ്ഞ് നടന്നിരുന്നു ആ കാലത്ത്. അതിൻ്റെ ചാണകം വാരി കൊണ്ട് മാത്രം അനേക കുടുംബങ്ങൾ ജീവിച്ചിട്ടുണ്ട് ആ കാലത്ത്. ഇപ്പോൾ അതിന് പകരം നായ്ക്കളാണ്. കാരണം മുഴുവൻ മാലിന്യവൽക്കരിക്കാൻ തുടങ്ങി. ഈ മാലിന്യവൽക്കരണത്തിന് എച്ചിൽ തിന്നാൻ വേണ്ടി നായ്ക്കൾ വരാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഈ ജൈവ വൈവിധ്യ ഭൂമി നശിപ്പിക്കപ്പെടുന്നു എന്നാണ് സമരക്കാരുടെ പ്രധാനപ്പെട്ട ആരോപണം. പഞ്ചായത്തും അതിന് കൂട്ടുനിൽക്കുന്നു എന്നുള്ള ഗുരുതര ആരോപണമാണ് സമരക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. 2 ആഴ്ചയായിട്ട് 16 ദിവസമായിട്ട് ഈ എക്കോ പാർക്ക് പ്രവർത്തിച്ചിട്ടും മാടായി പഞ്ചായത്ത് പറയുന്നത് അവർക്ക് ഇതിനെപ്പറ്റി അറിയില്ല, ഇതിനെതിരെ ഒരു പരാതിയും കിട്ടിയിട്ടില്ല. 20 രൂപ ടിക്കറ്റ് വെച്ചിട്ടാണ് ഇവിടെ എൻട്രി നടത്തുന്നത്. അപ്പോൾ ഈ രീതിയിൽ അനധികൃതമായിട്ട് യാതൊരു പഞ്ചായത്തിൻ്റെ അനുമതിയും ഇല്ലാതെ ഈ എക്കോ പാർക്ക് നടത്തണമെങ്കിൽ ഈ എക്കോ പാർക്കും പഞ്ചായത്തും തമ്മിലുള്ള വിഹിതമോ അവിഹിതമോ ആയ ഒരു ബന്ധമുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാടായിപ്പാറയിലേത് അവസാനത്തെ വസന്തമാകരുത്. ഈ പാറ സംരക്ഷിക്കാൻ പരിസ്ഥിതി പ്രവർത്തകർ ഒറ്റക്കെട്ടായി മുന്നോട്ട് വരുമ്പോൾ സർക്കാരും അവർക്കൊപ്പം കൈകോർക്കണം. ശ്രീനി ആലക്കോട്, ദൂരദർശൻ ന്യൂസ്, കണ്ണൂർ.